ലെബനനിലെ ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് 20-ൽ അധികം തീവ്രവാദികൾക്കൊപ്പം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് നിൽഫോറൌഷാനും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതോടെ ഇസ്രായേലിന് ഇതിനു മറുപടി നൽകുമെന്ന് പ്രസ്താവിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ശിരോവസ്ത്രം ധരിച്ചില്ല എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ നടന്ന പ്രതിഷേധ അടിച്ചമർത്തലിന് നേതൃത്വം നൽകിയത് അബ്ബാസ് നിൽഫോറൌഷാൻ ആയിരുന്നു. വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ പ്രസിഡന്റ് ബഷർ അസദിനെ പിന്തുണച്ച് നിൽഫോറൌഷാൻ സിറിയയിലും പ്രവർത്തിക്കുകയുണ്ടായി. US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖുദ്സ് ഫോഴ്സിന്റെ തലവനായ ജനറൽ ഖാസിം സുലൈമാനിയുടെ കൂട്ടാളിയെന്നാണ് ഇറാനിയൻ ടെലിവിഷൻ നിൽഫോറൌഷാനെ വിശേഷിപ്പിച്ചത്. അതേസമയം ആക്രമണം നടന്ന ഹിസ്ബുള്ളയുടെ ആസ്ഥാനം UN സ്കൂളിനടുത്തായിരുന്നതിനും വെറും 53 മീറ്റർ ദൂരമാണ് UN സ്കൂളും ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനവും തമ്മിലുള്ളതെന്നും IDF അറിയിച്ചു. ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്ത് സിവിലിയൻ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്ര ആസ്ഥാനത്താണ് ഭീകരർ ഉണ്ടായിരുന്നത്. ലെബനനിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഹിസ്ബുള്ള സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന വസ്തുതയാണ് അസന്ദിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നത്.